സുരേഷ് ഗോപിയുടെ സിനിമാ കരിയറിലെ ഏറ്റവും വലിയ ജനപ്രിയ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ലേലം. ആനക്കാട്ടിൽ ഈപ്പനും ചാക്കോച്ചിയും മലയാളികളുടെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങളായി മാറുകയും ചെയ്തു. 1997 പുറത്തിറങ്ങിയ ഈ ചിത്രം ഇന്നും പ്രേക്ഷകർക്കിടയിൽ ചർച്ചാ വിഷയമാണ്. ചിത്രത്തെ പോലെ ആ കഥാപാത്രവും ജനങ്ങൾക്കിടയിൽ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ചിത്രത്തിന്റെ രണ്ടാം ഭാഗം വരുമ്പോൾ നിതിൻ രഞ്ജി പണിക്കരാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. രഞ്ജി പണിക്കർ തിരക്കഥ എഴുതുന്ന ചിത്രത്തിന്റെ ആദ്യ ഭാഗം സംവിധാനം ചെയ്തത് ജോഷിയായിരുന്നു. സുരേഷ് ഗോപി തന്നെയാണ് രണ്ടാം ഭാഗത്തിലും ആനക്കാട്ടിൽ ചാക്കോച്ചിയായി എത്തുന്നത്. ഇത് സംബന്ധിച്ച വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതുകൂടാതെ മറ്റൊരു സർപ്രൈസ് കൂടി പ്രേക്ഷകർക്കായി ഒരുക്കുന്നുണ്ട്. ചിത്രത്തിൽ തന്റെ മകനും അഭിനയിക്കുന്നതായി സുരേഷ് ഗോപി പറഞ്ഞു. ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. ആനക്കാട്ടിൽ ചാക്കോച്ചിയായി തന്നെയാണ് സുരേഷ് ഗോപി വേഷമിടുന്നത്. അതേസമയം ചാക്കോച്ചിയുടെ മകനായ കൊച്ചു ചാക്കോച്ചിയായിട്ടാണ് ഗോകുൽ സുരേഷ് എത്തുക. ഗോകുലിന്റെ ചെറുപ്പം തൊട്ടേയുള്ള ആഗ്രഹമായിരുന്നു അത്. കുട്ടിയായിരുന്നപ്പോൾ അവൻ സ്വയം കൊച്ചു ചാക്കോച്ചി എന്ന് വിളിക്കുമായിരുന്നു. ഇപ്പോ സിനിമയിൽ അത് യാഥാർത്ഥ്യമായിരിക്കുന്നുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സിനിമയുടെ തിരക്കഥാ രചന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിത്രീകരണത്തെക്കുറിച്ചുള്ള തീരുമാനമായില്ലെന്ന് നിതിൻ രഞ്ജി പണിക്കർ പറഞ്ഞു. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സുരേഷ് ഗോപി വീണ്ടും മലയാള സിനിമയിലേക്ക് എത്തുന്നത് ലേലത്തിലൂടെയാണ്. ചാക്കോച്ചിയായി സുരേഷ് ഗോപി എത്തുമ്പോൾ ഗൗരി പാർവതിയായി ആരെത്തും എന്നുള്ള ആകാംക്ഷയിലായിരുന്നു ആരാധകർ. ലേലത്തിന്റെ ആദ്യ ഭാഗത്തിൽ ഗൗരി പാർവതിയായി എത്തിയത് നന്ദിനിയായിരുന്നു. സുരേഷ് ഗോപിക്കൊപ്പം കട്ടയ്ക്ക് പിടിച്ചു നിൽക്കാൻ നന്ദിനിക്ക് കഴിഞ്ഞു. മികച്ച പ്രേക്ഷക ശ്രദ്ധ ഈ കഥാപാത്രത്തിന് ലഭിക്കുകയും ചെയ്തു. കഴിഞ്ഞ കുറച്ചു നാളുകളായി നന്ദിനി മലയാള സിനിമയിൽ സജീവമല്ലായിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം ലേലം 2 നന്ദിനി വീണ്ടും തിരിച്ചെത്തുകയാണ്. മലയാളത്തിൽ ഒരു പിടി മികച്ച ചിത്രങ്ങൾക്ക് ജീവൻ നൽകാൻ നന്ദിനിക്ക് കഴിഞ്ഞിരുന്നു. അതിനാൽ തന്നെ സുരേഷ് ഗോപിയോടൊപ്പമുള്ള താരത്തിന്റെ മടങ്ങിവരവിൽ പ്രേക്ഷകർ അതീവ സന്തോഷത്തിലുമാണ്.